ഈ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ചെറിയവർ വലിയവർ പല ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളവരും ചിലർ അധികം ധ്യാനമൊന്നും കൂടാത്തവരും സാധാരണ വീട്ടമ്മമാരും വലിയ സുപ്പീരിയർമാരുമൊക്കെ എല്ലാവർക്കും പരിശുദ്ധാത്മാവ് വളരെ മനോഹരമായി ഇതെല്ലാം മനസ്സിലാക്കി തരും. പക്ഷെ ഇതിങ്ങനെ നമ്മൾ മനസ്സിലായവരും പുതിയ പുതിയ ഉൾക്കാഴ്ച കിട്ടിയവരും ഈശോ തന്നെ പറഞ്ഞില്ലേ, ഈ പ്രകാശം പറയുടെ കീഴിൽ വയ്ക്കരുത്. അത് എന്ത് ചെയ്യണം? അത് മറ്റുള്ളവർക്ക് പകരുമ്പോഴാണ് സ്വർഗസ്ഥനായ പിതാവിന് വലിയ സന്തോഷമാകുന്നത്. അങ്ങനെ നിങ്ങളുടെ പ്രകാശം മറ്റുള്ളവർക്ക് കൂടി ദൃശ്യമാകും. അത് ഈ ധ്യാനത്തിൻ്റെ ഒരു ശുശ്രൂഷയാണത്. സാധാരണ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു സെഷൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇതിപ്പോൾ എന്നോടിങ്ങനെ ഈ സമയത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആഗ്രഹിച്ചതുകൊണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ എളിമപ്പെട്ട് അയ്യോ ഞാൻ പോണോ, ഞാൻ വേണ്ട, വേറെ ആൾ പോട്ടെ, അങ്ങനെയല്ല ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ കൂടി സഹകരിക്കണം. പരിശുദ്ധാത്മാവാണ് ഇതെല്ലാം തരുന്നത്. ആ പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടും അത് മറ്റുള്ളവർക്ക് പകരാൻ വേണ്ടിയിട്ടും നിങ്ങൾ കുറച്ച് മുൻകൈ എടുക്കണം. സാധാരണ അങ്ങനെ വരുമ്പോൾ വളരെ നല്ല ബോധ്യം കിട്ടിയവർ കുറച്ച് വളർന്ന ആൾക്കാരായിരിക്കും. അവരവിടെ എളിമപ്പെട്ട് അങ്ങനെ ഇരിക്കും. വേറെ ആരെങ്കിലും വന്ന് പറയുമ്പോൾ അവർക്ക് പ്രയാസമായി, അതിനേക്കാൾ വലിയ കാര്യം ഇതല്ലല്ലോ പറയേണ്ടിയിരുന്നെന്ന് പറയും. കണ്ടോ? അപ്പോൾ പിന്നെ നമുക്ക് പ്രയാസമാവും. അതുകൊണ്ട് നല്ല ബോധ്യങ്ങൾ നമ്മൾ പങ്കുവയ്ക്കണം. അതിനുവേണ്ടി വരുവിൻ. ഒരു 3-4 പേര് വന്ന് ഈ ക്ലാസ്സുകളിലൂടെ നമുക്ക് കിട്ടിയ പുതിയ കാര്യം എന്താണ്? വേറെ ഒരു കാര്യവും പറയരുത്. പഴയ ധ്യാനത്തിനോ ഈ ധ്യാനത്തിന് വരാനുണ്ടായ ബുദ്ധിമുട്ടുകളൊന്നും പറയരുത്. ഈ 1-2 പോയിൻ്റ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ അടുത്ത ആളോട് എന്ത് പറഞ്ഞു, അവർ നിങ്ങളോട് എന്ത് പറഞ്ഞു, ഈ 2 കാര്യം മാത്രം, ഈ ധ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ളത് മാത്രം പറയുക. അതാണ് നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ വിജയത്തിന് ആവശ്യം. വേഗം വരും. Praise